ശത്രുവിനെ ശപിക്കണോ അതോ അനുഗ്രഹിക്കണോ? ശരിക്കും ആരാണ് ശത്രു? ശത്രു അകത്താണോ അതോ പുറത്താണോ? അതൊരു ചോദ്യമാണ്. വി ആർ ആക്ച്വലി ഡീലിംഗ് വിത്ത് അവർ ഓൺ ഷാഡോസ്. പുറമേ നിന്ന് വരുന്ന സ്റ്റിമുലേഷൻസ്, ആങ്കർ, സാഡ്നെസ് ആൻഡ് ഫിയർ, ഈ വക സ്റ്റിമുലേഷൻസിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ ഉള്ളിലെ സ്വിച്ചസ് ഓൺ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ പരിശീലനം ആവശ്യമായി വരും. അതൊക്കെ പോട്ടെ, ശത്രുവിനെ ശപിക്കണോ അതോ അനുഗ്രഹിക്കണോ? ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്താണോ പറയുന്നത് അത് നമുക്ക് തന്നെ തിരിച്ചു വരും. വൺ വേ ട്രാഫിക് ഇവിടെ പോസിബിൾ അല്ല. ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്. അപ്പോൾ സേഫറായിട്ടുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. ഓൾ ദ ബെസ്റ്റ്, ബെസ്റ്റ് ഓഫ് ലക്ക്, എല്ലാം നന്നായി വരും എന്നെല്ലാം പറയുന്ന അനുഗ്രഹവചനങ്ങളാണ്. ശരിക്കും നമ്മൾ ഉള്ള ലെവലിൽ നിന്നും അടുത്ത, ദിസ് ഇസ് ആൻ എക്സ്പാൻഷൻ പ്രോഗ്രാമാണ്. എക്സ്പാൻഷന് വേണ്ടിയുള്ള, എക്സ്പാൻഷൻ സംഭവിക്കണമെങ്കിൽ അഡിഷൻസ് വരും, സബ്ട്രാക്ഷൻസ് വരും, മാറ്റങ്ങൾ വരും. ചേഞ്ച് ഈസ് പെയിൻഫുൾ. മാറ്റങ്ങൾ വേദനാജനകമാണ്, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നന്നായി വരും എന്നൊക്കെയുള്ള ആ അനുഗ്രഹവചനങ്ങൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി, ഒരു ഫോക്കസ്, ഒരു എനർജി നിറയ്ക്കും. അത് മുന്നോട്ട് പോകാൻ ഹോപ്പ് തരും, ഒരു ഡയറക്ഷൻ തരും. അതിനെല്ലാം അത് സഹായിക്കും. നമ്മളെ തെറ്റിദ്ധരിക്കുന്നവരെ, നമ്മൾക്കെതിരെ അപവാദം പറയുന്നവരെ എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കുക. നമുക്ക് വേണ്ട മാറ്റങ്ങളും അവർക്ക് വേണ്ട മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കും. ലോവർ വൈബ്രേഷനിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ അനുഭവങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടത് വരും. അനുഗ്രഹിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അബ്യൂസീവ് നേച്ചർ റിപ്പീറ്റ് ചെയ്യാൻ സമ്മതിക്കുക എന്നുള്ളതല്ല, കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. ഇഫ് യു ഷോ അപ്പ് എവറി ഡേ, ദ റിസൾട്ട്സ് വോണ്ട് ഹാവ് എ ചോയ്സ്.